പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹ മോദീപ്പിച്ചരുളുക കൃപനിൻ പെസഹായാൽ. ദൈവപുത്രനായ ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തിലെ ഏറ്റവും മഹനീയമായ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നതാണ് അപ്പവീഞ്ഞുകളെ വാഴ്ത്തി ശരീരരക്തങ്ങളായി ശിഷ്യന്മാർക്ക് നൽകുന്നത്. അതിനെ നാം പെസഹ എന്ന് വിളിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് നാം കൊടുക്കുന്നത് പുതിയ നിയമ പെസഹ. അപ്പോൾ പഴയ നിയമ പെസഹ എന്താണെന്നൊരു ചോദ്യമുണ്ട്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെട്ടതിന് അവരെ കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് ആ കുഞ്ഞാടിൻ്റെ രക്തം മൂലം ആ ഭവനങ്ങൾ ആ സംഹാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയായി ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവാൻ അവസരം ലഭിക്കുക. അവർ വേഗത്തിൽ തിടുക്കത്തിൽ യാത്ര ചെയ്ത് വഴിയിൽ വച്ച് പുളിപ്പില്ലാത്ത അപ്പം അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി കഴിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ രക്ഷയുടെ പ്രതീകമാണ് പഴയ നിയമ പെസഹ എങ്കിൽ സർവ്വലോകത്തിൻ്റെയും പാപത്തിൽ നിന്നുള്ള പരിഹാരത്തിൻ്റെ പൂർണ്ണതയാണ് കർത്താവ് നമുക്കായി ഒരുക്കിയ ശരീരരക്തങ്ങൾ. അതുകൊണ്ട് തങ്ങളുടെ കയ്യിലെ പുളിപ്പില്ലാത്ത അപ്പം ഇസ്രായേൽ മക്കൾ ഉപയോഗിച്ചുവെങ്കിൽ ക്രിസ്തു തൻ്റെ ശരീരരക്തങ്ങളിലൂടെ വീണുപോയ സമൂഹത്തെ വിമോചിപ്പിച്ചു എന്നുള്ളതാണ്. പഴയ നിയമ പെസഹ അവർ ദുഃഖത്തിൽ കരുതിയിരുന്ന ഭക്ഷണത്തെ അവർ ഓർമ്മയായി കണക്കാക്കുന്നു. ഇവിടെ തിരുശരീര രക്തങ്ങൾ നമ്മെ ശുദ്ധീകരിക്കുന്നു. പഴയ നിയമ പെസഹ ആരെയും ശുദ്ധീകരിക്കുന്നില്ല, അവരുടെ വിശപ്പിൻ്റെ ഭക്ഷണം മാത്രമാണ്. എന്നാൽ അതൊരു ഓർമ്മ കൊണ്ടാടൽ ശുശ്രൂഷ മാത്രമാണ്. എന്നാൽ പുതിയ നിയമത്തിലെ പെസഹ നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ കഴിക്കുവാൻ സ്വീകരിക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്നതാണ്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്. പുതിയ നിയമ പെസഹായായ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ എങ്ങനെയാണ് നാം ഭക്ഷിക്കേണ്ടത്? വളരെ ഒരുക്കത്തോടുകൂടി എന്നുള്ളതാണ്, ഒരു രഹസ്യമാണെന്നും ഒക്കെ നമ്മുടെ പിതാക്കന്മാർ പറയുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് അവൻ്റെ ശരീരരക്തങ്ങളാണ് നാം ഭക്ഷിക്കുന്നതെങ്കിൽ, അവനെയാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ അവൻ്റെ വിശുദ്ധി നമുക്കുണ്ടാകുവാൻ വലിയൊരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് നാം വലിയ ഒരുക്കം വേണമെന്ന് പറയുന്നത്. കാരണം നാം സ്വീകരിക്കുന്നത് അവൻ്റെ ശരീരരക്തങ്ങളാണ്. പർദീസായിലെ ജീവവൃക്ഷ ഫലമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. പുതിയ നിയമ പെസഹ അത് കഴിക്കുവാനുള്ള യോഗ്യത ശിഷ്യന്മാർക്കും പിന്നീട് ക്രിസ്തുവിനെ മനസ്സിലാക്കിയ സമൂഹത്തിന് ലഭിച്ചു. അതുകൊണ്ടാണ് രഹസ്യം എൻ്റെ വീട്ടുകാർക്ക് എന്നുള്ള, അതായത് ഈ സഭയുടെ വിശ്വാസത്തിൽ, ക്രിസ്തു വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അത് സ്വീകരിക്കാവൂ എന്നുള്ള ഒരു അറിവ് അതിനകത്തുണ്ട്. പഴയ നിയമ പെസഹായും വിമോചനം ലഭിച്ച യഹൂദന്മാർ ആചരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ മാത്രമാണ് ആ വലിയ പെസഹായുടെ വിശുദ്ധ കുർബാനയുടെ രഹസ്യം സ്വീകരിക്കുവാൻ യോഗ്യരാകുന്നുള്ളൂ എന്നുള്ളതും നമ്മൾ മറക്കരുത്. ശിഷ്യന്മാർക്ക് അത് സ്വീകരിക്കുവാനുള്ള യോഗ്യത ഉണ്ടെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, നിങ്ങളിൽ വലിയവൻ എന്ന ചിന്ത മാറി മറ്റുള്ളവരെയും സ്വീകരിക്കുവാൻ, തള്ളപ്പെടുന്നവനെ സ്വീകരിക്കുവാൻ, വലിയവനെന്ന മനോഭാവമില്ലാതെ ചെറിയ ജോലികൾ ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നിങ്ങൾ കഴിയുന്നതാണ് തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനുള്ള ഒരു യോഗ്യതയായി നമ്മുടെ കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ദൈവിക ആവാസത്തിലൂടെ അപ്പവീഞ്ഞുകൾ ശുദ്ധീകരിക്കപ്പെട്ട് ശരീരരക്തങ്ങളാകുന്നു എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് പഠിപ്പിച്ചത്. അവൻ അപ്പവീഞ്ഞുകൾ എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമെന്ന് പറഞ്ഞപ്പോൾ അത് രൂപാന്തരപ്പെട്ടതുപോലെ ശരീരരക്തങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി നാം ആ ശരീരരക്തങ്ങൾ കർത്താവിൻ്റെ പ്രാർത്ഥനയോടുകൂടി
അതങ്ങനെ രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് ഓർക്കണം. അവിടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ വരുന്നത് വരെ ഇപ്രകാരം ചെയ്യുവീൻ എന്നുള്ളതാണ്. ആ രഹസ്യമായ ശുശ്രൂഷ, ആ കൂദാശ ശരീരരക്തങ്ങളായി രൂപപ്പെടുന്നു എന്നുള്ളതാണ്. നാം ഇതിനെ പെസഹായുടെ പെരുന്നാൾ എന്ന രീതിയിലാണ്. കാരണം സർവ്വലോകത്തെയും വിമോചിപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ ഈ പെസഹായുടെ ഭക്ഷണം. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, അത് സർവ്വലോകത്തെയും വിമോചിപ്പിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു പെരുന്നാളാണ്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ നാം അതിൻ്റെ രഹസ്യത്തെ സ്വീകരിക്കുമ്പോൾ അതൊരു കൂദാശയായി നിൽക്കുന്നു. അതുകൊണ്ട് പഴയ നിയമ പെസഹ മാറ്റപ്പെടുന്നില്ല. എന്നാൽ പുതിയ നിയമ പെസഹ കർത്താവിൻ്റെ ശരീരരക്തങ്ങളായി ജീവവൃക്ഷഫലമായി തീരുന്നു എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടുപോയ പ്രകാശവസ്ത്രം നേടുവാൻ യോഗ്യത ലഭിച്ചത് തിരുശരീര രക്തങ്ങളിലൂടെ നമുക്ക് ആ തേജസ് ലഭിക്കുന്നു. ദൈവം അകന്നുപോയപ്പോൾ പ്രകാശവസ്ത്രം നഷ്ടപ്പെട്ടു എന്നും ഇന്ന് കർത്താവിനെ ആ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതോടുകൂടി ആ പ്രകാശവസ്ത്രത്തിലേക്ക് നാം വളർന്നു വരുന്നു എന്നുള്ളതുമാണ് ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈ മഹത്തായ ദിവസത്തിൻ്റെ പ്രത്യേകത. ഒന്നോർക്കുക, കർത്താവ് ഈ കുർബാന സ്ഥാപിച്ചത് എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടിയാണ്. കാരണം ഇത് കർത്താവ് ആദ്യമായി തൻ്റെ ശരീരരക്തങ്ങൾ ഇതെൻ്റെ ശരീരമെന്നും ഇതെൻ്റെ രക്തമെന്നും പറഞ്ഞ മഹത്തായ ദിവസമാണ്. അതുകൊണ്ടാണ് എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിച്ച് കർത്താവ് സ്ഥാപിച്ച ആദ്യ കുർബാനയിലേക്ക് നാം പ്രവേശിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ പെസഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. ആ വിശുദ്ധ കുർബാനയുടെ അനുഭവം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹാ മോദിപ്പിച്ചരുളുക കൃപ നിൻ പെസഹായാൽ